ഇത് വെക്കണോ വെക്കണ്ടിയോ വെക്കണോ വെക്കണ്ടിയോ എന്ന് കൊറേ ചിന്തിക്കുന്നേ. അച്ഛനും അറിയില്ല. പൊട്ടനാ അച്ഛൻ ചോദിച്ചു നോക്കേ, കളിക്കാൻ പോണോ കളിക്കാൻ പോണോ? അപ്പൊ ഇവര് കേട്ട. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് ഡേ ആട്ടോ, അതായത് ഞായറാഴ്ച ആയിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസത്തിൻ്റെ അടുത്തായിട്ടോ. നോർമലി നമ്മൾ അടിക്കലും തുടയ്ക്കലും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല. കാരണം ഫാനൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല ഉയരത്തിലാണ്, കുറച്ചല്ല നല്ല ഉയരത്തിലായതിനെ കൊണ്ട് തന്നെ സജീഷ് ചേട്ടനെ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. സജീഷ് നിങ്ങളെ ഇപ്പം പാട്ട് പാടി കേട്ടിനാ? എന്ത് പാടി? പൊട്ടനായിരുന്ന അച്ഛൻ. അല്ലേ, ഞാൻ പൊട്ടനായിരുന്നു. അച്ഛനും അറിയില്ല. പൊട്ടനായിരുന്ന അച്ഛൻ. എനിക്കിഷ്ടമായിട്ടോ സിദ്ധുവിനെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ എന്തെങ്കിലും കളിയായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടിരിക്കാൻ നല്ല രസമായിട്ടോ. പിന്നെ കുഞ്ഞൊക്കെ ഇപ്പം കുറച്ച് വലുതായി പോയല്ലോ, അപ്പോൾ ഇവനെയല്ലേ ഇപ്പം ഇതൊക്കെ പറഞ്ഞിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ സൈഷേട്ടൻ ഇതാ നമ്മളെ ക്ലീനിങ് പരിപാടി ചെയ്യുന്നുണ്ട്, സിദ്ധു സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അടുക്കള ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ആ പണി അവിടെ ബാക്കിയായി പോകുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ വേഗം താഴോട്ട് പോയിട്ട് ചോറിൻ്റെയും കറീൻ്റെയും പരിപാടികൾ നോക്കിയിട്ടോ. അപ്പോൾ ഞാനിത് അടുക്കളയിലോട്ട് പോവുകയാണേ. ഞാനും സതീഷ് ചേട്ടനും രാവിലെ എല്ലാവരുടെയും ചെന്ന് നോക്കി, ഒരു സ്ഥലത്തും ചിക്കൻ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് കൊയിലാണ്ടി പോയി, മുത്താമ്പി പോയി, അവസാനം കാവുംപട്ടം പോയി നോക്കാൻ പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ പോയില്ല കേട്ടോ. അത്രയും ദൂരം ഓടാൻ കഴിയില്ലായിട്ട്. പിന്നെ മീനും ഇല്ല. എന്താ എത്ര ടൈറ്റ് എന്ന് ആർക്കറിയാം, ചിലപ്പോൾ മഴയായതിനെ കൊണ്ടായിരിക്കും. ലാസ്റ്റ് ഒരു ഉണക്കമീനിൽ ഞങ്ങൾ സമാധാനിപ്പിച്ച് ഉണക്ക മുള്ളനും വാങ്ങിച്ചിട്ടാട്ടോ വന്നേ. അപ്പം കറിയും ഉണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് ഉണക്ക മുള്ളനും ആക്കാമെന്ന് നിങ്ങൾ വിചാരിച്ച്. നല്ല സ്മെല്ലാട്ടോ ഉണക്കമീൻ പൊരിക്കുന്നതിന് മുന്നെയൊക്കെ. ഇതിഷ്ടമില്ലാത്തവരുണ്ടാവും, എന്നെ തെറി പറയരുത്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. ഈ പൊരിച്ച് കഴിഞ്ഞാൽ വീട് മുഴുവൻ മണക്കും, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എന്നാലും അതുണ്ടെങ്കിൽ ചോറ് തിന്നാൽ നല്ല രസമാണ്. അപ്പോൾ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായതിനെ കൊണ്ട് തന്നെ എന്തായാലും ഒന്നില്ലേ രണ്ടെണ്ണമൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ മുള്ളം വറുക്കാൻ വെച്ച് ഇനിയിപ്പം അടുക്കളയിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യണം. മൊത്തത്തിലൊന്ന് ക്ലീനൊക്കെ ആക്കി കഴിയുമ്പോൾ ഒരു മനസ്സമാധാനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം മുകളിലെല്ലാം ചെയ്തിട്ട് വരി, അപ്പോഴത്തേക്ക് ഞാൻ താഴെ ചോറിൻ്റെ പരിപാടി കഴിച്ച് ചോറൊക്കെ എടുത്തൊരു സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ഫുഡും കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുത്തൻ ഇതാ പപ്പടമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓന് മീൻ, പൊരിച്ച മീനായാലും എന്ത് പച്ചമീനായാലും അല്ലാത്ത മീനായാലും ഉണക്കമീനായാലും ഒക്കെ അത്ര അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമല്ല. 1 2 മാക്സിമം 1, അതിൽ 2 അധികം പോകില്ല. അപ്പോൾ പപ്പടം ഇഷ്ടമാണ്, പപ്പടം എത്ര വേണേലും കഴിക്കും. പക്ഷേ ഞാൻ അങ്ങനെ എപ്പോഴും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വയ്യോട്ട് വെക്കലാട്ടോ. 3 4 പപ്പടമൊക്കെ തിന്നാൻ കിട്ടിയാൽ ഓൻ തിന്നു. എന്നാലും പപ്പടം ഞാൻ വേഗം കാച്ചി അതും കൂടിയും കാച്ചി വെച്ച്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ ആയി, പക്ഷേ ഇതൊന്നും വെച്ചിട്ടില്ലായിരുന്നു. വെക്കാതെ പൂപ്പ് പിടിച്ചു പോയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെല്ലും കൂടെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നിരത്തണ്ടേന്ന് വിചാരിച്ചിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, കാരണം അതിൽ പൂപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സൈഷറിനെ കൊണ്ട് ഫിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അതിലെടുത്ത് വെക്കാമല്ലോ. ചില സമയത്ത് ഞാൻ വിചാരിക്കുക, ഈ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് കാണുമ്പം ഞാനൊരമ്മയാണ്, അതുകൊണ്ട് പറയുക മക്കളെ നല്ലോണം നോക്കണേ, ഞാനൊരു പെറ്റമ്മയാണ്, പിന്നെ നിങ്ങളെ അത് കാണുമ്പോൾ പ്രതിഭയ്ക്ക് കുറച്ചുകൂടെ കൊടുക്കായിരുന്നു, ഒരു ആൾക്കാരാണോ ഈ അമ്മമാർ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ഞാൻ ചിലപ്പം വിചാരിക്കലുണ്ട് കേട്ടോ. വെറുതെ പറയുകയായിരിക്കും ഞാനൊരു പെറ്റമ്മയാണ് എന്നൊക്കെയാണ്. അത്രത്തിലുള്ള ഓരോരോ കമൻസ് ആട്ടോ കാണുക. ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഈ ആൾക്കാരൊരു കാര്യം ഇതെങ്ങനെയൊക്കെ ഇങ്ങനെ പറയാൻ തോന്നിയത്. 4 കൊല്ലമായി ഞാൻ ഈ മക്കളെ കൂടെ കൂട്ടിയിട്ടോ. എനിക്ക് ഈ 4 കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഞാൻ മക്കളോട് എന്തെങ്കിലും ചെയ്തിട്ട് മക്കൾ അതിന് സമൂഹത്തിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. വെക്കണോ വെക്കണ്ടിയോ എന്ന് കുറേ ചിന്തിക്കുന്നേ. ശരിക്കും അടുപ്പിന്റെ അടുത്തേക്ക്, അവിടെ ഗ്യാസിന്റെ അടുത്തേക്കാണ് വെക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പഞ്ചസാര ഇതൊക്കെ എടുക്കാൻ. അപ്പോൾ ഷാടെ അതിനുള്ള സ്ഥലമില്ല, കാരണം മിക്സിന്റെ പോയിന്റും പാത്രം കഴിക്കുന്നതും ഗ്യാസും എല്ലാം ഒരു സ്ഥലത്താണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇവിടെ ആകുമ്പോൾ യൂസ് ചെയ്യണം, ഭംഗി കാണല്ലോ. കുറെ ആയിട്ടൊക്കെ വാങ്ങി വെച്ചിട്ടില്ല. പിന്നെ ഞാനിത് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി പാർലർ പോകുന്നതും ചെയ്യുന്നതൊക്കെ. അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ, അത് വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് പറ്റുന്നതായതിനെ കൊണ്ട് തന്നെയാണ്, എനിക്ക് നല്ല അനുഭവം ഉണ്ടായതിനെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനത് പറയുന്നത്. എനിക്ക് ചീത്ത അനുഭവം ഉണ്ടായ ഒരു പ്രൊമോഷനും ഞാൻ പറയൂല കേട്ടോ. അപ്പോൾ അതിൽ പറ്റുന്ന സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. വെറുതെ സോപ്പിട്ട് കഴുകിയാൽ പോലെ എന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന കേട്ടോ. ആൾക്കാർക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും. എനിക്കിഷ്ടമുണ്ട് കേട്ടോ, അതാണ് ഞാൻ ചെയ്യുന്നത്. അതിന് തളർത്താൻ വേണ്ടി ചിലപ്പോൾ ഇനി മുതുക്കിയായില്ലേ, വയസ്സായില്ലേ, ഇതൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. എനിക്കറിയാൻ പറ്റില്ല എൻ്റെ വയസ്സ്, എന്തായിട്ട്
കാര്യം എൻ്റെ അമ്മ പ്രസവിച്ചല്ലേ, എൻ്റെ അമ്മ നന്നായിട്ട് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എഴുതി വെച്ചല്ലേ. അപ്പോൾ എനിക്കറിയാലോ, ഇനിയിപ്പോൾ 60 വയസ്സായാലും പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുന്നതൊന്നും എനിക്ക് വലിയൊരു തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനും ഇല്ല. അപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യാൻ അറിയുന്നവർക്ക് എന്തായിട്ടും ബ്യൂട്ടി പാർലറിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത് എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലിനി സിസ്റ്റർ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചതിനെ കൊണ്ടാണോ എനിക്ക് മാത്രം എന്നെ മാത്രം ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എല്ലാവർക്കും പറയാൻ പറ്റിയത് ഞാളെ ജീവിതത്തിൻ്റെ താഴെ വന്നിട്ടാണല്ലോ. അപ്പം കമൻ്റ് ഇടുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആരും തോൽപ്പിക്കാനൊന്നും നോക്കിയാലൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരെയും തോൽപ്പിക്കാൻ പറ്റൂലടോ. എനിക്ക് ആകെ ദൈവത്തിനെ പേടിയുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ചെയ്യേണ്ടത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കർമ്മം എനിക്ക് അത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ ദൈവം നോക്കിക്കൊള്ളുന്ന ചിന്തിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ മക്കൾ കളിക്കാൻ പോവാണേ. കളിക്കാൻ പോകാം കേട്ടോ. എവിടെയാ പറഞ്ഞോടുക്കേ ടർഫിൽ കളിക്കാമോ? രാവിലെ തുടങ്ങി. രാവിലെയോ? ഇന്നലെ തുടങ്ങി. ഇന്നലെ നല്ല അടിപൊളി മഴയത്ത് പോലെ രണ്ടാളും കൂടി വീട്ടിൽ കളിക്കാൻ പോയി. അവിടെ കളിക്കാൻ പോയി നോക്കുമ്പോൾ നല്ല മഴയാ. അപ്പൊ എല്ലാവരും ചോദിക്കാറ് എന്തിനാ മഴയത്ത് കളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പിന്നെ ഇന്ന് ടെറപ്പിലേക്ക് ആക്കി. ആരൊക്കെയോ ചോദിക്കുന്നുണ്ട് കുട്ടികളെയും കൂട്ടി കൂടെ പോകുമ്പോന്നതാ ചോദിച്ചു നോക്ക്, കളിക്കാൻ പോണോ? അപ്പൊ ഇവര് കളിക്കാനും പോയി കഴിഞ്ഞാൽ വരണമെങ്കിൽ 6:30 7 മണി കിട്ടും. പിന്നെ ആളുണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഞായറാഴ്ച ദിവസം ആയിക്കോട്ടെ, എല്ലാ ദിവസം ഇവർ ആരും ഉണ്ടാവില്ലല്ലോ. അവിടെ ആളെ ഇറങ്ങും എങ്ങോട്ടേക്കെങ്കിലും. ഇങ്ങനെ ഇന്നിപ്പോ സ്റ്റോറും ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു പോണ്ട സമയമായി, 4 മണിയായി. 5 മണിക്കല്ലേ പോണ്ടത്. മുത്താമ്പി ആട്ടോ കളിക്കാൻ പോന്നെ. തിരക്കില്ലേ? മുടിയൊക്കെ മാറ്റിനാ ഇപ്പൊ ഇതിപ്പോ പോന്നേനെ കൊണ്ട് വയ്യാതെ മാറിയിട്ടില്ല. സന്തോഷം കൊണ്ട് ഇനി പോയി വരുമ്പോഴത്തേക്ക് ക്ഷീണമായി തീരും. ശ്രദ്ധിച്ച് കളിക്കണേ ഉണ്ടല്ലേ. ഇതെല്ലാം ഉപദേശിച്ചിട്ടാണ് വിടുന്നത്. ഈ ഗോളിയായി നിൽക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഇവരോട് പോണ്ടാന്ന് പറഞ്ഞാലും രാവിലെ പോണ്ടാന്ന് പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് രണ്ടാളും ബാക്കിൽ നടന്ന് സമ്മതിപ്പിക്കും കേട്ടോ. പിന്നെ പാവം തോന്നി, ആകെ 2 ദിവസമല്ലേ കളിക്കും, ശനിയും ഞായറും അങ്ങ് കളിച്ചോട്ടെ എന്ന് വിചാരിക്കേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ ആയത് കേട്ടോ ഇവർക്ക് കളിക്കാൻ വേണ്ടി. നമ്മളെ മുറ്റത്ത് നിറച്ചും വെള്ളം കേട്ടോ. വെള്ളം കുറച്ചിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള ക്ലീനിങ് എന്ന് വെച്ചാൽ മുട്ടി വിരിക്കൽ, നമ്മളെ ബെഡ്ഷീറ്റ് മാറ്റൽ ഒക്കെ ആട്ടോ. നമ്മളെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഞാൻ ഓരോ സ്ഥലത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ക്ലീൻ ആക്കിയിട്ട് ഞാൻ വിരിച്ചതല്ല, വിരിച്ചത് സജീഷറിനാണ്. ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെക്കുന്ന പരിപാടിയാണ് എനിക്ക് മെയിനായിട്ട് കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ദേവുവിൻ്റെ അകത്ത് ഞങ്ങൾ അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചിടലില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ വരുന്ന സമയത്തല്ലേ അവിടെ കിടക്കുന്നുള്ളൂ. അപ്പം പൊടി പിടിച്ചിങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഓളെ റൂമിലുള്ളത് നോർമലായിട്ട് തന്നെ അങ്ങനെ തന്നെ കിടക്കലാണ്. അവൾ വരുന്ന സമയത്ത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റലുള്ളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പം താഴെ പോയിട്ട് ബാക്കിയും കൂടിയും ചെയ്യണം. പക്ഷേ അവളുടെ റൂമെല്ലാം ഞങ്ങൾ മൊത്തത്തിൽ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾ കയറി വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു വിഷമമല്ലേ ക്ലീൻ അല്ലെങ്കിൽ. പിന്നെ ഇനി താഴോട്ട് പോയിട്ട് ബാക്കിയുള്ളതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചതാണ്. ഇനി എല്ലാം ഒന്നുകൂടി ഒന്ന് തട്ടിമുട്ടി സെറ്റാക്കണം. ഞാൻ കിടക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ആ റൂമിലൊക്കെ പോയിട്ട് ഒന്ന് സെറ്റാക്കാനുള്ളൂ. കുറച്ച് നല്ല പടികളുണ്ട് കേട്ടോ. ഒരു 18 പടി എന്നൊക്കെ പറയാം. അത് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ മെല്ലനെ ഇറങ്ങുള്ളൂ കേട്ടോ, പേടിച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിരിയല്ല സജീഷേട്ടൻ നല്ലോണം വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള പുതയ്ക്കുന്ന സാധനങ്ങൾ വിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് വെച്ച്. ഇനി അങ്ങനെ എല്ലാം കൂടെ നമ്മളെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടോ. സജീഷേട്ടാ ഇങ്ങനെയുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തോ. എല്ലാം റെഡിയായി, മക്കളും പോയി. ഒറ്റയ്ക്കായി. ഓരോരുത്തർ വിചാരിക്കും നിങ്ങളെ മക്കളെ കൂട്ടാണ്ട് പോയി കളയുന്ന, അല്ലെങ്കിൽ വണ്ടിയില്ലായിട്ടല്ലേ മക്കളെ കൂട്ടിക്കൂടെ. ഇന്ന് വൈകിട്ട് ഇവിടെ ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാന്നൊക്കെ. പക്ഷെ ഡ്രസ്സ് പോലും എടുക്കണ്ടെന്ന് പറയുന്ന പ്രായത്തി മക്കള്. പണ്ടാന്ന് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞ ഓടി കഴിഞ്ഞു. ഇപ്പം പറയുന്ന ഡ്രസ്സ് ഇനിയും എടുക്കാല്ലോ അമ്മേ, ടെറപ്പ് പോവാൻ പറ്റൂലല്ലോ. അപ്പൊ കുഞ്ഞുവിനൊരു തരം പ്രാന്താണ്. പിന്നെ കുഞ്ഞു പോയാൽ മറ്റോനും പോവും. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർ പറയും വണ്ടിയല്ല ഇനിയിപ്പോ എന്ത് നമുക്ക് ഉണ്ടായാലും ഓല് വരൂല എന്ന് പറയുന്നിടത്ത് ഓല് വരൂല. നമുക്ക് കളിക്കാനോ ഇഷ്ടം, അല്ലാണ്ട് നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രായം കഴിഞ്ഞ് വരിക അല്ലേ സാ. അയാളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, കാരണം നമ്മളെ അടുത്ത് ഇരിക്കാനേക്കാളും ഓൾക്ക് ഇഷ്ടം ഓരോ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇരിക്കാനും കളിക്കാനും ആണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയാ പിന്നെ നമ്മൾ കുറച്ചെങ്കിലും ഓൾക്ക് ഫ്രീഡം വിടണ്ടേ. അതുകൊണ്ട് മക്കൾ രണ്ടാളും പോയി. ഇനിയിപ്പോ ഞാളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താക്കാനാന്നുള്ള ചിന്ത ഞാനും വേണ്ടി വരും. അതും ഒരു ഞായറാഴ്ച കിട്ടും. എനിക്ക് തോന്നുന്നു
നമ്മള് അപ്പൊ ഞാനും ഇനി എന്താ ചെയ്യുന്ന വിശേഷടാ എന്താണ് ഇവിടെ എന്താക്കാനാ ഇനിയിപ്പൊ കുളിച്ചിട്ടില്ല കേട്ടോ. കുളിച്ചിട്ട് വേണം പുറത്തിറങ്ങി. ഈ മക്കൾ വരണമെങ്കിൽ 6 മണി വരെയാ കളി. മുത്താമ്പിയാണ്. ഒരു 6:30 നമുക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വീട്ടിലേക്ക് മതി. അവിടുന്ന് കൂട്ടിയിട്ടിങ്ങ് വരും. അങ്ങനെ എന്താ ഞായറാഴ്ച കൂട്ടി കഴിയും അല്ലേ? നിങ്ങളെ കാണിച്ചിട്ടില്ല. നമ്മള് വടകരയുള്ള സമയത്തും ഇതേ പരിപാടികളുണ്ട് കേട്ടോ. ഏതെങ്കിലും ഞായറാഴ്ച ഇതിപ്പോ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ സാധാരണ ഉള്ള ഇത് മൊത്തത്തിലുള്ള ഒരു ക്ലീനിങ് അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ഇന്ന് കൊണ്ട് എല്ലാം ഡെയിലി നമ്മള് അടിക്കുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്. മുകളിലായാലും എനിക്ക് തോന്നുന്നു ഒന്നരാടൻ എനിക്ക് ചില വിശ്വാസങ്ങളുള്ളതിനെ കൊണ്ട് ഞാൻ വിചാരിക്കും വിളക്ക് നമ്മളെ വീടിന്റെ താഴെ കത്തിക്കുമ്പോൾ, ഞാൻ താമസിക്കാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് മുകളിൽ ശ്രദ്ധിക്കണ്ട. പക്ഷെ നമ്മൾ താമസിക്കുന്ന ഒരു വീടിന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് കൂടെ എന്താണ്, നമുക്കും കൂടെ ബാധകല്ലേ. അപ്പോൾ ഞാൻ വിളക്കെത്തിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും മുകളിൽ ഇങ്ങനെ പൊടിയും ഇതൊക്കെ നിറഞ്ഞിട്ട് പിന്നെ താഴെ വിളക്ക് വെച്ചിട്ട് എന്താന്നൊക്കെ വിചാരിച്ചിട്ട് ഡെയിലി അടിച്ചു തരും കേട്ടോ. ഞാൻ പറയട്ടെ, എന്തിനാ വെറുതെ ഡെയിലി ഇങ്ങനെ ദേവ് കിടക്കുന്ന അകത്തൊന്നും ആരും ഇല്ലെങ്കിലും ഞാൻ ഡെയിലി അടിച്ചു വാരും. ഒന്നരാടം തുടയ്ക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ സ്ഥിരം തുടയ്ക്കും. അങ്ങനെയാണ് ഞങ്ങളെ ക്ലീനിങ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദിവസം അതിനായിട്ട് നീക്കി വെച്ചില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഫാനും മക്കളും കുറെ ചോദിക്കാൻ തുടങ്ങി എന്താ ക്ലീനിങ് ആയത് ക്ലീനിങ് ആയത്. കാരണം അവിടെ 2 ആഴ്ച കൂടുതൽ നമ്മളൊരു കോമൺ ക്ലീനിങ് ഉണ്ട്. അത് കുറച്ച് പൊടി കൂടുതലാണ്, കാരണം നമ്മൾ റോഡ് സൈഡിലില്ലായിരുന്നു. ഇവിടെ ഇപ്പൊ ഫാനൊക്കെ എന്താ സഹിച്ചിട്ട് ഇത് ഇപ്പൊ എല്ലാം വൃത്തിയാക്കിയതാണ്. കാണിച്ചു കൊടുക്കുന്ന സാധനം ഫാനൊക്കെ അതാ സൂപ്പറാക്കി. എല്ലാ റൂമിലെ ഫാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നുമില്ല ക്ലീൻ ചെയ്യാൻ. ഇനി ഫോണൊക്കെ വരികയല്ലേ, അപ്പോഴത്തേക്ക് ഒന്നുകൂടി ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയായി ഇന്നത്തെ വിശേഷം. അപ്പൊ ഇന്നലെ ലൈവില് വന്ന എല്ലാരോടും അതെ. മാത്രമല്ല എല്ലാവരും ഇപ്പൊ എനിക്കൊന്ന് രാവിലെ ഒരു 11 മണിക്ക് ശേഷം പിന്നെ അങ്ങനെ മഴ പെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ല കാലാവസ്ഥയാന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥന എന്തായാലും ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ തിരിച്ചും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വേണം. അപ്പോൾ ഒരിക്കൽ കൂടി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.